കേരള ക്രൈം ഫയൽസ് സീസൺ 2 വളരെ നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സീരീസാണ്. ഫസ്റ്റ് സീസൺ പോലെ തന്നെ ഈ സീസണിലും നല്ലൊരു കഥ പറഞ്ഞു പോകുന്നുണ്ട്. എനിക്ക് പേഴ്സണലി ഫസ്റ്റ് സീസണേക്കാളും ഇത് കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നി. ഇതിൻ്റെ റൈറ്റിംഗ് ആയാലും മേക്കിംഗ് ആയാലും നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇമ്പ്രൂവ് ചെയ്തു എന്ന് പറയുമ്പോൾ മറ്റതിനകത്ത് പോരായ്മകളുണ്ടായിരുന്നു എന്നുള്ളതല്ല, പക്ഷേ കുറച്ചുകൂടി എൻഗേജിംഗ് ആയിട്ടാണ് ഇതിനകത്ത് കഥ മുന്നോട്ട് പോകുന്നത്. ഓരോ എപ്പിസോഡിലും അതിൻ്റേതായിട്ടുള്ള സർപ്രൈസുകളും ട്വിസ്റ്റ് ആൻഡ് ടേൺസും ഒക്കെ ഉണ്ട്. എന്ന് വെച്ച് വലിയ രോമാഞ്ചം കൊള്ളിക്കുന്ന ടൈപ്പ് സംഭവങ്ങളൊന്നുമില്ല. ഫസ്റ്റ് സീസൺ കണ്ടിട്ടുള്ളവർക്കറിയാം ഇത് അത്യാവശ്യം റിയലിസ്റ്റിക് ആയിട്ടാണ് എടുത്തു വെച്ചിട്ടുള്ളത്. പൊതുവേ സീരീസ് ആകുമ്പോൾ പല ക്യാരക്ടേഴ്സിനെയൊക്കെ വെച്ച് കുറേ സബ്പ്ലോട്ട്സ് ഒക്കെ ചെയ്യുന്ന പരിപാടി പിടിക്കാറുണ്ട്. കാരണം അത്രയും സമയമുണ്ട്. ഇതിനകത്ത് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഒരു 3 മണിക്കൂർ സിനിമ 6 എപ്പിസോഡായിട്ട് കട്ട് ചെയ്ത് വെച്ചതുപോലെയാണ് എനിക്ക് തോന്നിയത്. എന്നാൽ ഓരോ എപ്പിസോഡും നല്ല എൻഗേജിങ് ആയിട്ടാണ് കൊണ്ടുപോകുന്നത്. അല്ലാതെ വെറുതെ വലിച്ചു നീട്ടിയിട്ട് എല്ലാം കൂടി ക്ലൈമാക്സിൽ കൊണ്ടുവയ്ക്കുന്ന പരിപാടിയൊന്നും ചെയ്തിട്ടില്ല. കിഷ്കിന്ദ കണ്ടത്തിൻ്റെ റൈറ്ററാണ് ഇതിൻ്റെ കഥ തിരക്കഥയൊക്കെ എഴുതിയിട്ടുള്ളത്. അതിൻ്റെ ക്വാളിറ്റി കാണാനുമുണ്ട്. റൈറ്റിംഗ് മാത്രമല്ല, സിനിമറ്റോഗ്രഫി ആയാലും മ്യൂസിക് ആയാലും എല്ലാം ആ ഒരു കഥയ്ക്ക് ആവശ്യമുള്ള രീതിയിലാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. അല്ലാതെ വെറുതെ എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് അതിനകത്ത് കുറേ മ്യൂസിക്കൊക്കെ കുത്തിക്കയറ്റി പൊലിപ്പിക്കുന്ന പരിപാടി ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സീനിലെങ്കിലും വന്നു പോയിട്ടുള്ള എല്ലാവരും നല്ല അടിപൊളിയായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ഇതൊരു സിനിമയായിരുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ച് ഫൈറ്റുകളും ബാക്ക് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മൊത്തത്തിൽ അലമ്പാക്കി വെച്ചേനെ. പക്ഷേ ഇത് വളരെ സിമ്പിളാണ്. വേറെ എവിടെയും കാണാത്തൊരു ക്രൈമും ഇൻവെസ്റ്റിഗേഷൻ രീതികളും ഒന്നും ഇതിനകത്തില്ല. പക്ഷെ ഉള്ളത് നല്ല രീതിക്ക് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഏതൊരു ഇൻവെസ്റ്റിഗേഷൻ ആയാലും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമേ അതിനൊരു മിസ്റ്ററി ഉണ്ടാവുള്ളൂ. സോൾവ് ചെയ്ത് കഴിയുമ്പോൾ ഇത്രയേ ഉള്ളൂ, ഇത്രയും സിമ്പിളായിരുന്നു എന്നൊക്കെ തോന്നിപ്പോവും. അങ്ങനെ സിമ്പിളായിരുന്നു എന്ന് തോന്നാതിരിക്കാൻ വേണ്ടി പല ഗിമ്മിക്സുകളും പലരും കാണിക്കാറുണ്ട്. ഇതിനകത്ത് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അത് എനിക്ക് വലിയൊരു പോസിറ്റീവായിട്ട് തോന്നി. തുടക്കത്തിലുള്ള മിസ്റ്ററി ക്ലൈമാക്സിന് മുമ്പ് വരെയും നന്നായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ ഹൂ ആൻഡ് വൈ എന്നുള്ളൊരു ആൻസറിലോട്ടൊക്കെ എത്തുമ്പോഴേക്കും കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള പരിപാടിയൊക്കെയാണ് പിടിച്ചിട്ടുള്ളത്. അതും എനിക്ക് നന്നായിട്ട് വർക്കായി. എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് സംഭവിച്ചത് എന്നൊന്നും ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചു തന്നിട്ടില്ല. ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന പോലീസുകാർ എന്തൊക്കെയാണോ കണ്ടുപിടിക്കുന്നത് അത് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അവർക്ക് അറിഞ്ഞൂടാത്തതൊന്നും നമ്മൾ കാണുന്നുമില്ല. പക്ഷേ എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. പിന്നെ നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ തരുന്ന ക്ലൈമാക്സും ആയിരുന്നു. എന്തായാലും നല്ലൊരു സീരീസാണ്. ഫസ്റ്റ് സീസൺ കാണാത്തവർക്ക് വേണമെങ്കിലും സെക്കൻഡ് സീസൺ കാണാവുന്നതേ ഉള്ളൂ. അതിനകത്തെ കുറച്ച് ക്യാരക്ടേഴ്സ് വന്നു പോകുന്നു എന്നുള്ളതല്ലാതെ കഥയുമായിട്ട് വലിയ കണക്ഷൻസ് ഒന്നുമില്ല. സോ കാണാത്തവർ കണ്ടു നോക്കുക. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക.